തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി മുന്നണികൾ കളം നിറയുന്നുണ്ട്. പല അത്തരത്തിലുള്ള വിഷയങ്ങളും ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ അതിനപ്പുറം ജനാധിപത്യ രീതിയിൽ സർക്കാരിനെ വിലയിരുത്തേണ്ട ചർച്ചകളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. വിവിധ വിഷയങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ജനങ്ങളുടെ നേരിട്ടുള്ള അഭിപ്രായം നമ്മൾക്ക് അറിയേണ്ടതുണ്ട്. നോക്കാം ഇന്നത്തെ വിഷയം എന്താണ്. നമുക്ക് നമ്മുടെ വീൽ സ്പിൻ ചെയ്ത് നോക്കാം. അപ്പൊ ഇന്നത്തെ വിഷയം വർഗീയതയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം വർഗീയതക്കേറെ പോരാടിയോ സർക്കാർ? എന്താണ് ജനങ്ങൾ പറയുന്നത്? കേൾക്കാം. കഴിഞ്ഞ 10 വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാഴ്ചവെച്ച വികസന പ്രവർത്തനങ്ങൾ നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും ഈ മുന്നണി പരാജയപ്പെടാൻ പാടില്ല. തെരഞ്ഞെടുപ്പിൽ ഡീൽ ആരോപണമല്ല ചർച്ച ചെയ്യേണ്ടത്. ഈ തെരഞ്ഞെടുപ്പിൽ സർക്കാരിൻ്റെ വികസനവും സാധാരണ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്കെതിരെ, കുടുംബത്തിനെതിരെ ഇതുവരെ ആരോപണം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത്തവണ കുടുംബം പോലും ആരോപണത്തിൽ ഒരു സാഹചര്യം വന്നപ്പോൾ അഴിമതി മുക്തമാണ് എന്ന് പറയാൻ ഒരിക്കലും കഴിയില്ല. ഓരോരോ കാര്യവും എടുത്തു നോക്കിയാൽ ഈ ഗവൺമെൻറ് തുടർ വരണം എന്നാണ് ജനങ്ങളുടെ അഭിപ്രായം. എന്നുവെച്ചാൽ നല്ല കാലം വരണം എന്നാണ് എപ്പോഴും എല്ലാവർക്കും അഭിപ്രായം ഉണ്ടാകുക. ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നാണ് ജനങ്ങൾക്ക് അറിയേണ്ടത്. അല്ലാതെ നീ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു, അതല്ലല്ലോ ജനങ്ങൾക്ക് അറിയേണ്ടത്. നിങ്ങൾ എന്ത് ചെയ്തു, നാളെ എന്ത് ചെയ്യും, അതല്ലേ എല്ലാവർക്കും അറിയേണ്ടത്. ഒരു ഡീലും ഇല്ല. ഇപ്പോൾ BJP LDF ഡീൽ എന്ന് പറയുന്നുണ്ട്, SDPI ഡീൽ എന്ന് പറയുന്നത്. ഇതൊന്നുമല്ല, ജനങ്ങളിലേക്ക് ഗവൺമെൻറ് വരണമെന്ന് അത്യധികം ആഗ്രഹിക്കുന്നുണ്ട്. 1% വരുന്ന ആളുകളെ വഴിത്തിരിവിലാക്കാൻ വേണ്ടി ബോധപൂർവം പറയുന്നൊരു ഡീലൊന്നും അല്ലാതെ കേരളത്തിലെ ജനങ്ങൾ വളരെ ഉത്ബുദ്ധരായ ജനങ്ങളാണ്. വളരെ നല്ല രീതിയിൽ ഈ ഏപ്രിൽ 9 അവർ വിനിയോഗിച്ചിരിക്കുന്നത് എനിക്ക് പൂർണ്ണ വിശ്വാസമുള്ളതാണ്. അത് വികസന കാര്യങ്ങളായാലും എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യണം. ഡീൽ എന്ന് പറയുന്നത് ഇപ്പോൾ മൂന്നാമത് കാര്യമില്ല. നമുക്ക് ഡീല് എല്ലാവരും ചിലപ്പോൾ ഉള്ളിക്കുള്ള ചെയ്തിട്ട് നമുക്ക് കൂടുതൽ പറയാൻ പറ്റില്ല. എന്തൊക്കെ പ്രതിസന്ധികൾ ജനങ്ങളിവിടെ നേടിക്കൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ തന്നെ വിഷയങ്ങൾ. ഇതൊക്കെ നമുക്ക് കാണാം. 9-ാം തീയതി ഇലക്ഷൻ ബൂത്തിൽ പോകുമ്പോൾ പാലക്കാട് ജനങ്ങൾ തീരുമാനിക്കും. ഞങ്ങളുടെ UDF-നെ ഒന്നായി കക്ഷിയായി നിന്ന് എല്ലാവരും കൂടി ഒന്ന് ജയിപ്പിക്കും. അപ്പോൾ ആ രീതിയിലാണ് ജനങ്ങൾ പ്രതികരിക്കുന്നത്. അപ്പോൾ ഓരോ വിഷയങ്ങൾക്കും കൃത്യമായ ധാരണ ജനങ്ങൾക്കുണ്ട്. അവർ അതൊക്കെ മനസ്സിലാക്കിയാണ് ഈ വോട്ട് രേഖപ്പെടുത്താൻ 9-ാം തീയതി പോകുന്നത് എന്ന കാര്യം വ്യക്തമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.